ഹായ് കൂട്ടുകാരെ, തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ തയ്യാറെടുക്കാം, എന്തെല്ലാം സാധനങ്ങളാണ് കൊണ്ടുപോകേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. 2025 തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി എനിക്കും ലഭിച്ചിട്ടുണ്ട്. ഇത്രയും കാലത്തെ അനുഭവം വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ, തേർഡ് പോളിംഗ് ഓഫീസർ, അങ്ങനെയാണ് ഡ്യൂട്ടി നമുക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അപ്പോൾ മൊത്തത്തിലാണ് പറയുന്നത്. ഒരു ഫയലിൽ ആദ്യമായി അപ്പോയിന്റ്മെന്റ് ഓർഡർ വയ്ക്കുക, അഥവാ ഡ്യൂട്ടി ഓർഡർ വയ്ക്കുക. പിന്നീട് ആ ഫയലിൽ നമ്മുടെ ID കാർഡ്, ഒന്നോ ആധാർ അല്ലെങ്കിൽ വോട്ടർ ID അല്ലെങ്കിൽ ഒഫീഷ്യൽ ID, തുടർന്ന് ഇലക്ഷൻ മാനുവൽ, പോളിംഗ് സ്റ്റേഷന്റെ ഡയറി, റൂട്ട് മാപ്പ്, ഇത്രയുമാണ് ഫയലിൽ കരുതേണ്ടത്. പിന്നെ നമ്മൾക്ക് ഒരു സ്മോൾ ബാഗിൽ നമ്മുടേതായ കുറച്ച് സാധനങ്ങൾ കരുതാം. അതായത് അത്യാവശ്യം വേണ്ടത് പേനയാണ്. അത് ബ്ലാക്കും ബ്ലൂവും എടുക്കാം. 3-4 പേന കയ്യിലുള്ളത് നല്ലതാണ്. പിന്നെ പെൻസിൽ, ഇറേസർ, സ്കെയില്, മാർക്കർ, പശ, സെല്ലോ ടേപ്പ്, സിസേഴ്സ്, സേഫ്റ്റി പിൻസ്, പിന്നെ നൂല്. സ്മോൾ നോട്ട് ബുക്ക് ഒന്ന് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. പിന്നെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഒരു കാൽക്കുലേറ്ററും നമുക്ക് കരുതാം. ഇനി വ്യക്തിപരമായത്, ശുദ്ധമായ വെള്ളം കരുതുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പോൾ കുടിവെള്ളം കരുതാം. ലഘുഭക്ഷണം, സ്നാക്സ് ഒക്കെ നമ്മുടെ കയ്യിൽ കരുതാം. ചിലപ്പോൾ ഒന്നും വാങ്ങിക്കാൻ കിട്ടാത്ത സ്ഥലത്തായിരിക്കും ചെന്നപ്പെടുക. പിന്നെ പവർ ബാങ്ക്, മൊബൈൽ ചാർജർ നിർബന്ധമായും നമ്മൾ എടുത്തിരിക്കണം. അതുപോലെ ടോർച്ച്, ചെറിയ ടോർച്ച് എടുക്കാം, മെഴുകുതിരി എടുക്കാം. പിന്നെ ഫേസ് മാസ്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതെടുക്കാം. സാനിറ്റൈസർ വേണമെങ്കിൽ അതും എടുക്കാം. പിന്നെ പേഴ്സണൽ മെഡിസിൻസ്, സ്വെറ്റർ, നല്ല തണുപ്പുള്ള സമയമായതുകൊണ്ട് അലർജി പോലുള്ള അസുഖമുള്ളവർക്കൊക്കെ സ്വെറ്റർ എടുക്കാം, അല്ലെങ്കിൽ ഷാൾ പുതയ്ക്കാൻ വേണ്ടി എടുക്കാം. പിന്നെ വിരിയോ പുതപ്പോ കയ്യിൽ കരുതാം. നമ്മൾ ചിലപ്പോൾ സ്കൂളുകളിൽ തന്നെയാവും കിടന്നുറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഒരു വിരിയും ഒരു പുതപ്പും എടുക്കുന്നത് നല്ലതായിരിക്കും. ആഭരണങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാം. സിമ്പിൾ ആയിരിക്കുന്നതാണ് നല്ലത്. കംഫർട്ടബിൾ ഡ്രസ്സ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. സാധാരണ ചെരുപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതായത് വാക്കിംഗ് ഫ്രണ്ട്ലി ആൻഡ് കംഫർട്ടബിൾ ആയിരിക്കണം ഫുഡ് വെയർ. പിന്നെ പോൾ ദിനത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? പോൾ ദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രായം കഴിഞ്ഞാൽ കണ്ണട നിർബന്ധം. സ്റ്റേഷനിൽ ചെന്നിട്ടായിരിക്കും ചിലപ്പോൾ കണ്ണടയുടെ കാര്യം നമ്മൾ ഓർക്കുക. നിർബന്ധമായും അത് കയ്യിൽ കരുതുക. നമ്മൾ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവും. അവിടെ ക്രമം, മെറ്റീരിയൽസ് എല്ലാം ചെക്ക് ചെയ്യണം. മോക്ക് പോൾ നടത്തണം. കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ്, VVPAT ഒക്കെ ശരിയായി സജ്ജമാക്കണം. തലേദിവസം അതെല്ലാം നമ്മൾ നമ്മുടെ കളക്ഷൻ സെന്ററിൽ നിന്നും എല്ലാം ശരിയാണോ, അതെല്ലാം ഉണ്ടോ എന്ന് വ്യക്തമായി പരിശോധിക്കണം. പിന്നീട് നമുക്ക് തിരിച്ചു പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത്. പിന്നെ വോട്ടർ ക്യൂ മാനേജ്മെന്റ് ശരിയാക്കണം. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അത് സജ്ജമാക്കരുത്. അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എത്ര തിരക്ക് വന്നാലും അവർക്കൊരു കംഫർട്ടബിൾ ആയ ഒരു സിറ്റുവേഷൻ അവിടെ ഒരുക്കണം. പിന്നെ ഫോംസ് ശരിയായി തന്നെ ഫിൽ ചെയ്ത് വെക്കണം. ക്ലോസിംഗ് ഫോർമാലിറ്റീസ് ഒക്കെ പഠിച്ചു വെക്കണം. പിന്നെ പൊളിറ്റിക്കൽ ബയാസ് കാണിക്കാതിരിക്കുകയാവും നല്ലത്. കൃത്യസമയം നമ്മൾ പാലിക്കണം. ഉദ്യോഗസ്ഥർ ആക്യുറസി പാലിക്കണം. അതുപോലെ പാർട്ടി പക്ഷം വോട്ടർമാരോടുള്ള അനാവശ്യ ഭാഷണമൊന്നും ഉദ്യോഗസ്ഥർ അതിലൊന്നും ഇടപെടാതിരിക്കുകയാവും വളരെ നല്ലത്. മഷി നമ്മുടെ ഉദ്യോഗസ്ഥരുടെ കയ്യിലായി കഴിഞ്ഞാൽ അത് ചിലർക്കൊക്കെ പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡിസ്പോസിബിൾ ഗ്ലൗസ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ഇർക്കിൽ കഷ്ണം ഉപയോഗിച്ച് നമുക്ക് കയ്യിലാവാതെ അത് വോട്ടർമാർക്ക് തേച്ച് കൊടുക്കാം. അപ്പം അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. തലേദിവസം തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട എല്ലാ സാധനങ്ങളും ബാഗിൽ കരുതി വെച്ചാൽ രാവിലെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. മാത്രമല്ല ഇതൊരു നമ്മുടെ വലിയ ഉത്തരവാദിത്തമായി പോസിറ്റീവായി എടുത്തുകൊണ്ട് നമ്മൾ സന്തോഷത്തോടു കൂടി ഈ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊരു വലിയ ഒരു മലയൊന്നും അല്ല. ഓരോ ഉദ്യോഗസ്ഥരുടെയും ഡ്യൂട്ടി സോഷ്യൽ മീഡിയകളിൽ ഉണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് പഠിച്ചു പോവുകയാണെങ്കിൽ പണിയും എളുപ്പമാകും. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.